പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്നൊരു കാര്യമായിരുന്നു കുട്ടിയുടെ ജെൻഡർ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സർപ്രൈസ് പാർട്ടി ആയിരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 5th മന്തിലെ അനോമലി സ്കാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് തരും. ഐദർ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്കത് സീക്രട്ടായിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അതൊന്ന് സീക്രട്ടായിട്ട് വെക്കാമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സിനോട് മാത്രമാണ്, അതായത് അവർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു കുട്ടിയുടെ ജെൻഡർ, നമുക്ക് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ അവർ ഒരു അടിപൊളി പാർട്ടി ഹോസ്റ്റ് ചെയ്തു, വളരെ മനോഹരമായിട്ടുള്ളൊരു ജെൻഡർ റിവീൽ പാർട്ടി. അങ്ങനെ ആ പാർട്ടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടിയുടെ ജെൻഡർ ഞങ്ങളും അറിഞ്ഞത്. അപ്പം നമ്മൾ ഈ പാർട്ടി ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്കൊരുപാട് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഫണ്ണായിട്ടാണ് എല്ലാം മുന്നോട്ട് പോയത്. നമ്മുടെ പാർട്ടിയിൽ വന്നവർ, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ കുട്ടീൻ്റെ ജെൻഡർ അറിഞ്ഞു, നമുക്കൊരുപാട് സന്തോഷമായി. പിന്നെ നമ്മൾ കുറച്ച് നല്ല നല്ല ഫോട്ടോസും പിന്നെ ഫുഡ്, അത് കഴിഞ്ഞിട്ട് ജെൻഡർ റിവീൽ പാർട്ടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സർപ്രൈസായിട്ടൊരു വളകാപ്പ് ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ നമ്മളിങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ നടത്തുമ്പം അത് നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറുമറുകിൽ ചാർത്താൻ ചന്ദനം പൊന്നിൻ പാത